F3 വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് അപ്പോൾ എല്ലാവർക്കും പിന്നെയും ഹാർട്ടി വെൽക്കം. ജോധ്പൂർ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഉദയ്പൂർ വ്ളോഗ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജോധ്പൂരിൽ ഉദയ്പൂരിലേക്ക് നമുക്ക് ഒരു 5 hour ജേർണി ഉണ്ടായിരുന്നു. പക്ഷേ NH ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ ആ 5 hours പോയി എന്ന് പറയേണ്ടി വരും. നമുക്കങ്ങനെ ഫീൽ ചെയ്തതേ ഇല്ല. ഒരു 5 hours നമ്മളൊരു ഇന്നോവ കാറിൽ ജോധ്പൂരിൽ നിന്ന് ഉദയ്പൂരിലേക്ക് പോയി എന്ന് നമുക്ക് തോന്നിയതേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ട ഫസ്റ്റ് ഒരു കാഴ്ചയായിരുന്നു ഇത്. കുറച്ച് കഴുതകളുടെ പുറത്ത് ബ്രിക്സ് ഒരു ലേഡി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ക്ലീനാണ്. ഉദയ്പൂർ എന്ന സിറ്റിയുടെ ഒരു ബ്യൂട്ടിയും അത് തന്നെയാണ്. ഉദയ്പൂരിന് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ വെനീസ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അത് ആ ഒരു പേരിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ഉദയ്പൂരിലെ ഓരോ സ്ട്രീറ്റ്സും. ആഷിയ ഹവേലി എന്ന് പറയുന്ന ഒരു ഹവേലിയിലാണ് നമ്മൾ ഉദയ്പൂരിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹവേലിയിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു പിക്ചർ വരച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, എക്സാക്ട്ലി ഡിറ്റോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്ന് പറയേണ്ടി വരും. നമ്മളുടെ ഒരു മെസ്മറൈസിങ് വേൾഡിലേക്കൊക്കെ എത്തി എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് ഒരു റൂം വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതായിരുന്നു നമ്മളുടെ ഒരു റൂം സ്റ്റേ ചെയ്യുന്ന ആഷിയ ഹവേലിത്തെ. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ലേക്ക് ആൻഡ് ലേക്കിന് ചുറ്റോറും വരുന്ന ഓരോ പാലസും ടെമ്പിൾസും ബിൽഡിങ്സും ആണത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു അപ്സ്റ്റെയറിൽ ഒരു ടെറസ് ഏരിയ എന്നൊക്കെ പറയുമല്ലോ, അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളി ഒരു ലേക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ടെമ്പിൾസ്, മഹൽസ്, എന്ത് വേണമെങ്കിലും പറയാം. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ലേക്കാണ്. നാച്ചുറലി അല്ല, അവർ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ലേക്കാണ്. ആൻഡ് ഇത് പിച്ചോള ലേക്ക് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്. നമ്മൾ താമസിക്കുന്ന ഹവേലിയുടെ ഒരു നൈറ്റ് വ്യൂ, ആ ഹവേലിയിൽ നിന്നിൻ്റെ ടെറസിൽ നിന്നുള്ളൊരു നൈറ്റ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ ബിൽഡിങ്സും ലൈറ്റപ്പ് ചെയ്ത് ആ ഒരു പിങ്ക് സ്കൈ, അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്മറൈസിങ് വേൾഡാണ്. ഒരു അത്ഭുതകരമായ ലോകത്തെത്തിയ പോലെ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെനീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും. എല്ലാ നൂക്സ് ആൻഡ് കോർണേഴ്സ്, മുക്കും മൂലയും ഒരേപോലെ ഭംഗിയായിരുന്നു. ആ ഒരു വ്യൂവും കൂടി നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഓപ്പൺ ടെറസ് അങ്ങനെയാണ് അവർ റെസ്റ്റോറൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും അത്. ഉദയ്പൂരിൽ എത്തിയതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മളുടെ കാണാനുള്ള ചെക്ക് ലിസ്റ്റൊക്കെ ഫുൾ പ്രിപ്പയർഡായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് താജ് ലേക്ക് പാലസിലോട്ടായിരുന്നു. അപ്പോൾ ഈ താജ് ലേക്ക് പാലസ് എന്ന് പറയുന്നത് ഞാനിന്ന് പറഞ്ഞു ഓൾറെഡി നിങ്ങളടുത്ത്, പിച്ചോള, ഇപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിച്ചോള ലേക്കാണ്. ഇവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തൊരു ലേക്കാണ്.
അപ്പോൾ ആ ലേക്കിൻ്റെ ഒരു ഭാഗത്ത് തന്നെയുള്ള താജ് ലേക്ക് പാലസിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് നടത്താൻ പോകുന്നത്. നമ്മളുടെ കൂടെ ഒരു ബോട്ടിംഗ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ജേണി. ആൻഡ് നമ്മളുടെ കൂടെയുള്ള എല്ലാവരും നമ്മളടക്കം എല്ലാവരും ഫോണൊക്കെ ആയിട്ട് റെഡിയായി. കാരണം ഭയങ്കര ഒരു പ്ലീസിങ്, കാം, അങ്ങനെയുള്ള എല്ലാ വാക്കുകളും നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ചുറ്റും കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ക്ലൈമറ്റ് ആയിക്കോട്ടെ, ക്ലൈമറ്റും ശരി നമുക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു കൂൾ ക്ലൈമറ്റായിരുന്നു. വിസിറ്റ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റായിരുന്നു. പിച്ചോള ലേക്കിൻ്റെ ഒരു വൃത്തിയെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ കാത്ത് സംരക്ഷിച്ച് പോകുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിലുള്ള ഡേർട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക്സോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഭയങ്കര തണുത്ത ഒരു ടൈപ്പ് വൃത്തിയുള്ള ഒരു തരം വെള്ളമായിരുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ക്ലീൻ ആയ ഒരു വെള്ളം ആയതുകൊണ്ട് തന്നെ അവിടെ ആ വെള്ളത്തിലുള്ള ആ ഒരു ലേക്കിലുള്ള എല്ലാ ബിൽഡിങ്സിൻ്റെ റിഫ്ലക്ഷനും നമുക്ക് അതിൽ തന്നെ വളരെ നീറ്റായിട്ട് കാണാൻ പറ്റും. അത്രയും ക്ലീനായിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ഒരു അമ്പലമാണത്. ഒരു മരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ അതിലും ഒരു തിരിച്ച് വരുന്ന വഴി വിസിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈമിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് ഇവിടെ കയറാൻ പറ്റിയില്ല. നമുക്കിങ്ങനെ നിന്ന് കാണാൻ പറ്റി. ഒരു അമ്പലമാണെന്നാണ് അവർ പറഞ്ഞത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിച്ചോള ലേക്ക് എന്ന് പറയുന്നത് അവർ കൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത ലേക്കാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതൊരു നാച്ചുറലായിട്ടുള്ള ലേക്കിൽ പിന്നെ ബിൽഡിങ്സൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ താഴത്തുനിന്ന് അവർ പില്ലേഴ്സൊക്കെ വെച്ച് ബിൽഡിങ്സ് ഉണ്ടാക്കിയതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ലേക്ക് ഇവർ നിർമ്മിച്ചെടുക്കാനും അതിൽ ബിൽഡിങ്സ് കൊണ്ടുവരാനും പിന്നെ ഈ മരങ്ങൾ സെറ്റ് ചെയ്യുന്നതും എല്ലാം കണ്ടപ്പോൾ എന്തൊരു ബ്രില്യൻസാണ് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു നമുക്കൊരു ആശ്ചര്യമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയും പിന്നെയും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നമുക്ക് താജ് ലേക്ക് പാലസിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ താജ് ലേക്ക് പാലസിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഷോറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിങ്ങനെ അതിൻ്റെ ഒരു വ്യൂ ദൂരത്ത് തന്നെ കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 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 മായാലോകമാണ്. അത് നമുക്ക് വീഡിയോയിൽ വഴിയെ കാണാം.
അങ്ങനെ നമ്മൾ താജ് ലേക്ക് പാലസിലേക്ക് എൻട്രി ചെയ്തു. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സ്. ഞങ്ങൾ ചെന്ന ദിവസം അന്ന് അവിടെ ഒരു നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മാരേജ് സെറ്റപ്പ്, അവിടെ ഒരു മാരേജ് ഫങ്ഷൻ വരാൻ പോകുന്നുണ്ട്. ഏതോ ഒരു VVIPൻ്റെ മാരേജ് ഫങ്ഷൻ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അങ്ങനെ എല്ലാവരും അതിനുള്ള വർക്കേഴ്സ്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും അതിൻ്റെ തിരക്കിൽ ഓടി നടക്കുമായിരുന്നു. കുറേ പേര് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് ഓഡിറ്റോറിയംസിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഓരോ ഓഡിറ്റോറിയംസ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. ചോദിച്ചപ്പോൾ ഒരു VVIPൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് അവിടെ എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഈ ഇൻസൈഡിൽ വരുന്നതാണ്. ഈ സെറ്റ് ചെയ്തിരിക്കുന്ന മരങ്ങളായിക്കോട്ടെ, അവർ ഗാർഡൻ എല്ലാം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സെക്ഷനിൽ വരുന്നതാണ്. ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യൂ തന്നെയായിരുന്നു. ക്ലെൻലിനെസ്, എല്ലാം ക്ലീൻ ചെയ്യാനുള്ളവരൊക്കെ എല്ലാം ഒരു ലാഗും ഇല്ലാണ്ട് എല്ലാം വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്ലേസ് ആയിരുന്നു. ഇവരവിടെ യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആയിക്കോട്ടെ എല്ലാം ഒറിജിനലാണ്. എനിക്ക് തോന്നുന്നു പെറ്റൂണിയ വെറൈറ്റീസ് ഒക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ചോദിച്ചപ്പോൾ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ്, അതെല്ലാം ഈ ഒരു പാലസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ബ്യൂട്ടി. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഫോട്ടോ നമുക്ക് എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിപ്പോവും. കാരണം ഓരോ സ്പോട്ടും ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാ സ്പോട്ട്സും അത്രയും വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് എല്ലാം കൊണ്ട് ഒരു അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു മാരേജ് ഫങ്ഷൻ അവിടെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ അവർ ആ മരത്തിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ലൈറ്റിങ്സൊക്കെ അവർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നൈറ്റ് ഫങ്ഷൻ ആയിരിക്കണം, അതിനെ എയിം ചെയ്തിട്ടായിരിക്കണം അവർ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കണ്ടോ, കുറേ ആൾക്കാർ സ്റ്റേജിൽ കാർപ്പറ്റ്സൊക്കെ എന്തൊക്കെയോ അവിടെ വൃത്തിയാക്കി ചെയ്യുന്നുണ്ട്, അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. താജ് ലേക്ക് പാലസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ആ ഒരു ലേക്ക് പാലസ് ഒരു അത്യാവശ്യം ഏരിയ ഉണ്ട്, നമുക്ക് നടന്ന് കാണാൻ തന്നെ അത്യാവശ്യം ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള ടൈം നമ്മൾ ആ ഒരു വിസിറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദയ്പൂരത്തെ വിശേഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു വ്ളോഗ് 2 വ്ളോഗാക്കി ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നെക്സ്റ്റ് ഉദയ്പൂർ വ്ളോഗ്സിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ F3 വ്ളോഗ്സിന് എല്ലാവരും എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.